വയനാട് മുണ്ടക്കൈ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള മൂന്നാം ദിവസ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നിർത്തിവെച്ച ദൗത്യം ഇന്ന് രാവിലെയോടെ തന്നെ ആരംഭിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി 1167 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. K9 ടീമിനെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി നിയോഗിച്ചിട്ടുള്ളത്. മരണസംഖ്യ 270ഓളം ആയപ്പോഴും മണ്ണിനടിയിൽ ഇപ്പോഴും എത്ര പേർ ഉണ്ടെന്നതിൽ നിശ്ചയമില്ല. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായത്. ഇത്രയും ദൂരത്തിലും വ്യാപ്തിയിലും വലിയ അളവിൽ 3 വലിയ പ്രദേശങ്ങൾ മണ്ണിനടിയിൽ ആയി പോകുന്നത് ഇത് ആദ്യമായാണ്. പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോഴും സൈന്യവും ഒരു കൂട്ടം മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ജനങ്ങളുടെ ധൈര്യം. താൽക്കാലിക പാലം നിർമ്മിച്ച് മുണ്ടക്കൈയുമായുള്ള ബന്ധം വീണ്ടെടുത്തതോടെയാണ് ആ പ്രദേശത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്യുക എന്നതാണ്. ദുരിതാശ്വാസ നിധിയുടെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനെതിരെയും വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും കൂടുതലാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം വയനാട്ടിലെ മനുഷ്യർക്കായി.